എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ ഈ ഭിക്ഷയ്ക്ക് ഇരിക്കില്ലേ, അങ്ങനെ ആൾക്കാരുണ്ടോ എന്ന്. ആക്ച്വലി ഉണ്ട്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ പോകുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും അവർ കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ട്രെയിനിൽ വരാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ ഒരു പുള്ളി ഇരിക്കുകയാണ്. പുള്ളി എന്നോട് ചോദിച്ചു. അപ്പം ആക്ച്വലി എൻ്റെ ഈ പൈസ ഞാനങ്ങനെ കയ്യിൽ എടുക്കാറില്ല, ഞാൻ കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പേസ് നോക്കിയ സമയത്ത് കുറച്ച് ചില്ലറ ഉണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തു പുള്ളിക്ക്. ലൈക്ക് ഹി വാസ് സോ ഡിമാൻഡിങ്. ലൈക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം, കഴിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും മേടിച്ച് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പുള്ളി കാണിച്ചിട്ട് പറഞ്ഞു അവിടുന്ന് സൂപ്പ് വേണം, €8 ഉള്ളതിന്, അതായത് €8 ഉള്ളൂ അവിടുന്ന് സൂപ്പ് മേടിച്ച് കൊടുക്കാൻ. 800 രൂപയ്ക്ക് ഞാൻ മേടിച്ച് കൊടുക്കത്തില്ല സൂപ്പ്. ആ പുള്ളിക്ക് ഞാനത് മേടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒത്തിരി പൈസയൊന്നുമില്ല, എത്ര ഉണ്ട്. എന്നിട്ടൊരു പേഴ്സിൽ നിന്നൊരു പഴയൊരു ഫോട്ടോ, ഏതൊരു കുട്ടിയുടെ മുഖമൊന്നും കാണത്തില്ല, കുട്ടിക്ക് കണ്ണിന് ഓപ്പറേഷൻ ഉണ്ട്, എത്ര രൂപ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നതേ ഉള്ളൂ, സ്റ്റുഡൻ്റായിട്ടൊക്കെ വന്നതാണ്, എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, ഒരു €40 അല്ലെങ്കിൽ ഒരു €30. ഹി വാസ് സോ ഡിമാൻഡിങ്. ഇപ്പോൾ വിശപ്പുണ്ടെങ്കിൽ ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് സൂപ്പ് തന്നെ വേണം. എനിക്കറിയത്തില്ല എന്താ. ഞാൻ സോറി പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. എൻ്റെ കയ്യിൽ അത്രയും കാശുണ്ടായിരുന്നു, ഞാൻ ആരായിരുന്നു.